രണ്ട് കുട്ടികൾ ട്രാക്ടറിൽ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇറങ്ങുന്നു. അവർ രണ്ടുപേരും റെയിൽവേ ഓവർബ്രിഡ്ജ് കയറി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അവിടെ കുറെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ തിരക്ക് കണ്ട് അതിൽ ഒരാൾ തിരിച്ചു പോകുന്നു. ചന്ദൻ, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കൂട്ടുകാരൻ പുറകെ പോകുന്നു. സ്റ്റേഡിയത്തിൽ ഇറങ്ങി കളിക്കാതെ പോവുകയാണോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നു. സ്റ്റേഡിയത്തിൽ നിറയെ ഉദ്യോഗാർത്ഥികൾ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചന്ദൻ തിരിച്ചു ചോദിക്കുന്നു. ഞാൻ RRB എക്സാം എഴുതാമെന്ന് ചന്ദൻ പറയുന്നു. അവിടെ ഇതിലും വലിയ മത്സരമായിരിക്കുമെന്ന് കൂട്ടുകാരൻ പറയുന്നു. നിനക്കെങ്കിലും അപേക്ഷിക്കാതിരുന്നുകൂടെയായിരുന്നു എന്ന് ചന്ദൻ ചോദിക്കുന്നു. പിന്നെ ഞാൻ കല്ല് ചുമക്കാൻ പോകണമോ എന്ന് കൂട്ടുകാരൻ തിരിച്ചു ചോദിക്കുന്നു. നിരാശനായ ചന്ദനെ കൂട്ടുകാരൻ സമാധാനിപ്പിക്കുന്നു. അവിടെ പോലീസുകാർ ആൾക്കാരെ നിയന്ത്രിക്കുന്നത് കാണിച്ചിട്ട് കൂട്ടുകാരൻ ചന്ദനോട് പറയുന്നു, പോലീസ് യൂണിഫോം അണിഞ്ഞാൽ പിന്നെ ഒരുത്തനും നെഞ്ചിലെ നെയിം പ്ലേറ്റ് നോക്കില്ല, ആരെയും ഭയപ്പെടേണ്ട എന്നും കൂട്ടുകാരൻ ചന്ദനോട് പറയുന്നു. സമാധാനിപ്പിച്ച് അയാളെ തിരിച്ചു കൊണ്ടുപോകുന്നു. കൂട്ടുകാരൻ ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. ചന്ദൻ ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്നു. തൊട്ടടുത്തിരുന്ന പെൺകുട്ടി ചന്ദൻ വാട്ടർ ബോട്ടിലേക്ക് നോക്കുന്നത് കണ്ട് വെള്ളം വേണമെന്ന് ചോദിക്കുന്നു. അത് ചന്ദൻ വാങ്ങിക്കുടിക്കുന്നു. അവർ പരസ്പരം കുശലം പറയുന്നു. അങ്ങോട്ടേക്ക് വന്ന് കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നു. മുഹമ്മദ് ഷോയിബ് എന്ന് കൂട്ടുകാരൻ പേര് പറയുന്നു. പെൺകുട്ടി ചന്ദനോട് പേര് ചോദിക്കുമ്പോൾ ചന്ദൻ കുമാർ എന്ന് പറയുന്നു. സർനെയിം തിരക്കി അത്രയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പരിഭ്രമത്തോടെ അത്രയുള്ളൂ എന്ന് പറയുന്നു. പെൺകുട്ടി തിരിച്ച് സുധാ ഭാരതി എന്ന് പരിചയപ്പെടുത്തുന്നു. ട്രെയിൻ കയറി അവർ രണ്ടുപേരും പോകുന്നു. ശരിക്കും ഇതൊരു യുദ്ധം തന്നെയാണെന്ന് ഷോയിബ് ചന്ദനോട് പറയുന്നു. ഹോം ബൗണ്ട് 2025 പുറത്തിറങ്ങിയ ഡ്രാമ ജനറലിലുള്ള ഹിന്ദി മൂവിയാണ് ഹോം ബൗണ്ട്. എക്സാം കഴിഞ്ഞ് 1 വർഷമായി. റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ചന്ദൻ റിക്രൂട്ട്മെന്റ് ഓഫീസിലേക്ക് വിളിക്കുന്നു. അവിടെ ലഞ്ച് ടൈം ആണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. വീടിന്റെ ഓടുകളായി താഴെ വീഴുന്നു. ചന്ദന്റെ ചേച്ചി വൈശാലി അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നു. ചന്ദൻ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്നു. അവരോട് സംസാരിക്കുന്നു. അമ്മയുടെ വിണ്ടു കീറിയ കാല് കണ്ട് ചെരുപ്പിട്ട് നടന്നൂടെ എന്ന് ചോദിക്കുന്നു. മുത്തശ്ശിയുടെ കാൽ ഇതിലും വിണ്ടുകീറിയിരുന്നതാണെന്നും അരിവാൾ പോലെയായിരുന്നുവെന്നും പാടത്തുകൂടെ നടന്നാൽ എല്ലാം കൊയ്തെടുക്കാമായിരുന്നുവെന്നും അമ്മ പറയുന്നു. ഷോയബ് പരിചയത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് റിക്രൂട്ട്മെന്റിന്റെ കാര്യം തിരക്കാൻ പോകുന്നു. സ്റ്റേറ്റ് ലെവൽ ബോർഡാണ് എക്സാം നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. അച്ഛൻ പറയുന്നത് പോലെ ദുബായിലേക്ക് പോകാൻ അയാൾ ഉപദേശിക്കുന്നു. വിദേശത്തേക്ക് പോകാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ഷോയബ് ചോദിക്കുന്നു. ആലോചിച്ചിരുന്നു. പിന്നെ ഇവിടെ ജോലി ചെയ്ത് സിസ്റ്റത്തിനകത്ത് നിന്ന് ആളുകളുടെ മനോഭാവം മാറ്റണമെന്ന് തീരുമാനിച്ചു. നമ്മുടെ പൂർവികർ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് പോകാൻ തോന്നിയില്ല. എനിക്കിവിടെ ജോലി വേണം. വാങ്കിവിളി കേൾക്കുമ്പോൾ മുത്തച്ഛനെ ഓർമ്മ വരും. അമ്മയുടെ ചമ്മന്തി, നമ്മുടെ ഭാഷ, കൂട്ടുകാരൻ, ഇവിടുത്തെ കാറ്റ്, ഇതൊക്കെ വിട്ടുപോകാൻ തോന്നുന്നില്ലെന്ന് ഷോയബ് പറയുന്നു. അടുത്ത ദിവസം അതിരാവിലെ ഷോയബ് അച്ഛന്റെ കാൽ എക്സസൈസ് ചെയ്യിക്കുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നഗരത്തിലെ ഡോക്ടറെ കാണിക്കണമെന്ന് ഷോയബ് പറയുന്നു. വേണ്ട, അടുത്ത മാസം താൻ പാടത്ത് പണിക്ക് പോകാമെന്ന് അച്ഛൻ പറയുന്നു. ഈ അവസ്ഥയിൽ പോകണ്ട എന്ന് ഷോയബ് പറയുമ്പോൾ എന്റെ കാര്യം നോക്കണ്ട, നീ നിന്റെ കാര്യം നോക്കിയാൽ മതിയെന്നും ഇത്രയും വളർന്നിട്ടും ഇങ്ങനെ ഇരിക്കുകയാണോ എന്നും ചോദിക്കുന്നു. ഷോയബ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ ആദ്യമായി ജോലിക്ക് പോകുന്ന ദിവസം തന്നെ ഇങ്ങനെ വഴക്ക് പറയുകയാണോ എന്ന് അമ്മ ചോദിക്കുന്നു. തന്റെ ഷർട്ടുമായി ചന്ദൻ അങ്ങോട്ടേക്ക് വരുന്നു. രാവിലെ അലക്കുകാരനെ വിളിച്ചു നിർത്തി വാങ്ങിക്കൊണ്ട് വരികയാണെന്ന് ചന്ദൻ പറയുന്നു. അവിടെ ഭിത്തിയിൽ പോലീസ് തൊപ്പി കണ്ട് വാടകയ്ക്ക് എടുത്തതാണോ എന്ന് ചന്ദൻ ചോദിക്കുന്നു. എന്റെ ലക്ഷ്യം മറന്നു പോകാതിരിക്കാൻ ഞാൻ വാങ്ങിയതാണെന്ന് ഷോയബ് പറയുന്നു. ഷോയബ് ജോലിയിൽ കയറി. വാട്ടർ പ്യൂരിഫയർ കമ്പനിയിൽ പ്യൂണായിട്ടാണ് ജോലി. അവിടെ അയാൾ എല്ലാവർക്കും കുപ്പിയിൽ വെള്ളം നിറച്ചു കൊടുക്കുന്നു. സെയിൽസ് മാനേജർ അർജുൻ ത്രിപാഠി അയാളോട് പുതിയ ആളാണോ എന്ന് ചോദിച്ച് പരിചയപ്പെടുന്നു. അവിടെ HR വെള്ളം കൊടുക്കാൻ പോകുമ്പോൾ അയാൾ പേര് ചോദിക്കുന്നു. ഷോയബ് അലി എന്ന പേര് കേട്ട് അയാൾ, എനിക്ക് വെള്ളം നിറയ്ക്കേണ്ട, ഞാൻ തന്നെ ചെയ്തോളാമെന്നും എല്ലാവരും സെൽഫ് ഡിപ്പെൻഡന്റ് ആകണമെന്നും പറയുന്നു. ID കാർഡ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും വേണമെന്ന് പറയുന്നു. അവർക്ക് ആധാർ കാർഡ് ഇല്ലേ എന്നും ചോദിക്കുന്നു. ഉണ്ടെന്ന് ഷോയബ് മറുപടി പറയുന്നു. വീട്ടിലെത്തി ഷോയബ് ഓഫീസിൽ നടന്ന കാര്യം പറയുന്നു. നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ ആധാർ കാർഡ് ചോദിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കുന്നു. ദുബായിൽ ജോലിക്ക് പോകാതെ ഇവിടെ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുക എന്ന് അച്ഛൻ പറയുന്നു. ഷോയബ് അവിടെ നിന്ന് പുഴക്കരയിൽ ഇരിക്കുന്ന ചന്ദന്റെ അടുത്തേക്ക് പോകുന്നു. ഷോയബിന്റെ മുഖം കണ്ട് അച്ഛന്റെ കയ്യിൽ നിന്നാണോ അതോ ഓഫീസിൽ നിന്നാണോ കിട്ടിയതെന്ന് ചന്ദൻ ചോദിക്കുന്നു. മിണ്ടാതിരിക്കുന്ന ഷോയബിനോട് രണ്ടിടത്തു നിന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പോലീസ് ജോലി കിട്ടിയിട്ട് നിന്റെ ലാത്തി അച്ഛന് ക്രച്ചസിന് പകരം കുത്തി നടക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ് ചന്ദൻ വീണ്ടും കളിയാക്കുന്നു. പോലീസ് ജോലി കിട്ടിയ ശേഷം ഞാൻ ടെറസ് വീട് വയ്ക്കും. ആളുകൾ എന്നെ കണ്ട് സല്യൂട്ട് ചെയ്യുമെന്നും ചന്ദൻ പറയുന്നു. നാളെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട്, ബൈക്ക് വാടകയ്ക്ക് എടുത്ത് പോകാം എന്ന് ചന്ദൻ പറയുന്നു. 5000 രൂപ പ്രൈസ് മണി ഉണ്ടെന്നും പറയുന്നു. അടുത്ത ദിവസം അവർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. ചന്ദൻ കുറെ വിക്കറ്റ് എടുക്കുന്നു. ഷോയബ് നന്നായി ബാറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഷോയബ് റണ്ണൌട്ട് ആകുന്നു. ഔട്ടല്ല എന്ന് ഷോയബ് തർക്കിക്കുന്നു. എതിർ ടീമിലെ ഒരാൾ ഷോയബിനോട് ചൂടാകുന്നു. ഷോയബ് അമ്പയറിനോടാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ ഇങ്ങനെയാണ്, നീയൊക്കെ നിന്റെ ആളുകളുടെ അടുത്ത് പോയി കളിക്കാൻ ഷോയബിനോട് എതിർ ടീമിലെ ആൾ പറഞ്ഞിട്ട് ബാറ്റ് കൊണ്ട് അടിക്കുന്നു. അത് തടയാൻ വന്ന ചന്ദനെയും അടിക്കുന്നു. അടുത്ത ദിവസം ചന്ദൻ പോലീസ് റിക്രൂട്ട്മെന്റ് ഓഫീസിൽ പോകുന്നു. അവിടെയുള്ള ഓഫീസറോട് റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വരാൻ വൈകും, അന്വേഷണം നടക്കുന്നതുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വേറെ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കാൻ ഓഫീസർ പറയുന്നു. പോലീസ് ആകാൻ വേണ്ടിയാണ് എക്സാം എഴുതിയത്, അതുകൊണ്ട് മറ്റ് എക്സാമുകൾ അറ്റൻഡ് ചെയ്തില്ല. അതിന്റെയൊക്കെ ഡേറ്റ് കഴിഞ്ഞെന്നും പറയുന്നു. മോന്റെ പേരെന്താണെന്ന് ഓഫീസർ ചോദിക്കുന്നു. ചന്ദൻ എന്ന് പറയുന്നു. അയാൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ചന്ദൻ കുമാർ എന്ന് പറയുന്നു. മുഴുവൻ പേര് പറയാൻ ഓഫീസർ പറയുന്നു. അത്രയേ ഉള്ളൂ എന്ന് ചന്ദൻ പറയുന്നു. റിസർവേഷൻ കാറ്റഗറിയാണോ? നിങ്ങൾക്കൊക്കെ സർക്കാർ എന്തായാലും ജോലി തരുമെന്ന് ഓഫീസർ പറയുന്നു. പരിഭ്രമത്തോടെ അല്ല, ഞാൻ ജനറൽ കാറ്റഗറിയാണെന്ന് ചന്ദൻ പറയുന്നു. ജനറലിൽ ഏത് വിഭാഗമാണെന്നും ജാതി ഏതാണെന്നും ഓഫീസർ ചോദിക്കുന്നു. ഭരദ്വാജ് എന്ന് ചന്ദൻ പറയുന്നു. അവസരങ്ങൾ എല്ലാം റിസർവേഷൻകാർ കൊണ്ടുപോകും, എച്ചിൽ മാത്രം നമുക്ക് കിട്ടുമെന്ന് ചന്ദനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഓഫീസർ പറയുന്നു. അതെ എന്ന് പരുങ്ങലോടെ ചന്ദനും.
അയാൾ എഴുന്നേറ്റ് വന്ന് കുറച്ചു നേരം ചന്ദനെ നോക്കി നിൽക്കുന്നു. തല കുനിച്ച് ചന്ദനും. ഓഫീസർ പോകുന്നു. ചന്ദൻ ദീർഘനിശ്വാസം വിടുന്നു. പുഴക്കരയിൽ ചന്ദനും ഷോയബും നിൽക്കുന്നു. നീ എപ്പോഴും ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്? SI കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തുകൂടെ എന്ന് ഷോയബ് ചോദിക്കുന്നു. പോലീസ് ജോലി കിട്ടിയാൽ അവർ എനിക്ക് തൂത്തുവരുന്ന ഡ്യൂട്ടി തരുമെന്ന് ചന്ദൻ പറയുന്നു. 7 വിക്കറ്റ് എടുത്ത ഞാനായിരുന്നു ക്രിക്കറ്റ് കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ആകേണ്ടിയിരുന്നത്. പക്ഷേ അവർ എനിക്കത് നിഷേധിച്ചു. പകരം ശുക്ലയെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നു. ക്രിക്കറ്റ് കളിയിൽ കിട്ടിയില്ലെങ്കിലും നീയാണ് മാൻ ഓഫ് ദി മാച്ച് എന്ന് ഷോയബ് പറയുന്നു. ചന്ദനും സുധയും സംസാരിച്ചിരിക്കുന്നു. ചന്ദൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. പേര് പറഞ്ഞാൽ അവർ അകലം പാലിക്കും, പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയിൽ നിന്നും അകലും എന്ന് ചന്ദൻ പറയുന്നു. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മുഴുവൻ പേര് പറയാത്തത് പേടിച്ചിട്ടാണെന്ന് സുധ പറയുന്നു. ജന്മനായുള്ള നാണക്കേട് മാറ്റാനാണ് ഞാൻ പോലീസ് ജോലിക്ക് അപേക്ഷിച്ചത്. പക്ഷേ അവർക്ക് യൂണിഫോമിനോട് പോലും പേടിയില്ല. അവർ കസേരയിൽ ഇരുന്ന് ഫോർക്കും നൈഫും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കും, നമ്മളെ നിലത്തിരുത്തും. അതുകൊണ്ട് ഞാൻ എന്നും കസേരയുമായി പോകും. ഞാൻ പഠിച്ച് ഡിഗ്രി എടുക്കും, പിന്നെ ചിലപ്പോൾ PhDയും. അപ്പോൾ അവർ നമുക്ക് കസേര ഇട്ട് തരുമെന്ന് സുധ പറയുന്നു. ചന്ദൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ ഫോം ഫിൽ ചെയ്യുന്നതിനും കാറ്റഗറി കോളം ഫിൽ ചെയ്യാൻ ഉദ്യോഗസ്ഥൻ പറയുന്നു. ചെറുതായെന്ന് പകച്ചുകൊണ്ട് ചന്ദൻ ജനറൽ കോളം ടിക്ക് ചെയ്യുന്നു. ചേച്ചി വൈശാലിയും അമ്മയും വീട് പണിയുടെ കാര്യം സംസാരിക്കുന്നു. ഈ വർഷം പണി തുടങ്ങാൻ പണം തികയില്ലെന്ന് വൈശാലി പറയുന്നു. ചന്ദനോട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറയാൻ അമ്മയോട് വൈശാലി പറയുന്നു. അവൻ പഠിക്കട്ടെ എന്ന് അമ്മ പറയുന്നു. ഷോയബ് സെയിൽസ് മാനേജറുടെയും സെയിൽസ്മാന്റെയും കൂടെ സെയിൽസിന് പോകുന്നു. കസ്റ്റമറിനെ ബോധ്യപ്പെടുത്താൻ സെയിൽസ്മാന് കഴിയുന്നില്ല. അപ്പോൾ ഷോയബ് ഇടപെട്ടിട്ട് പ്യൂരിഫൈഡ് വാട്ടർ കുടിക്കുന്നതിലൂടെ അസുഖങ്ങൾ വരാതിരിക്കുമെന്നും മരുന്ന് കാശ് കൊടുക്കേണ്ട എന്നും പറയുന്നു. അവർ വെള്ളം ചൂടാക്കിയാണ് കുടിക്കുന്നതെന്ന് പറയുന്നു. ഗ്യാസ് ചിലവ് കൂടി നോക്കുകയാണെങ്കിൽ പ്യൂരിഫയർ വാങ്ങുന്നത് ലാഭമേ ആകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് പ്യൂരിഫയർ വാങ്ങിപ്പിക്കുന്നു. മാനേജർ ഷോയബിനെ അഭിനന്ദിക്കുന്നു. അവിടെ ഇരുന്ന മരുന്നുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു നല്ല സെയിൽസ്മാൻ നിങ്ങളിലുണ്ടെന്ന് മാനേജർ പറയുന്നു. സെയിൽസ് ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നോ എന്ന് മാനേജർ ചോദിക്കുന്നു. ഞാൻ പോലീസ് എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ജോലി താൽക്കാലികമാണെന്ന് പറഞ്ഞ് ഷോയബ് അത് നിരസിക്കുന്നു. ആരും തന്നെ അഭിനന്ദിക്കാറില്ലെന്നും ഷോയബ് പറയുന്നു. ചന്ദനെ ഷോയബ് കോളേജിൽ കൊണ്ടുവിടുന്നു. തന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ബുക്ക് സ്റ്റോളിൽ എത്തിയ ചന്ദൻ വില കണ്ട് വേണ്ടെന്ന് പറഞ്ഞു പോകുന്നു. സുധ തന്റെ ഫസ്റ്റ് ഇയർ ബുക്സ് ചന്ദന് കൊടുക്കുന്നു. ഡിക്ഷണറിയുടെ സഹായത്തോടെ ചന്ദൻ ഇംഗ്ലീഷിലുള്ള ക്ലാസുകൾ മനസ്സിലാക്കുന്നു. ചന്ദൻ സുധയുടെ വീട്ടിൽ പഠിക്കാനായി പോകുന്നു. സുധ സെക്കൻഡ് ഇയർ ആണ്. ചന്ദനെ സുധ പഠിപ്പിക്കുന്നു. അവർ തമ്മിൽ നല്ലൊരു ബന്ധം ഉടലെടുക്കുന്നു. പെരുന്നാളിന് ഷോയബിന്റെ വീട്ടിൽ ചന്ദനും വീട്ടുകാരും എത്തി ബിരിയാണി കഴിക്കുന്നു. അപ്പോൾ എക്സാം റിസൾട്ട് വന്നു എന്ന് ഫോണിൽ മെസ്സേജ് വരുന്നു. അവർ അടുത്തുള്ള ഇന്റർനെറ്റ് കഫേയിൽ പോയി റിസൾട്ട് നോക്കുന്നു. ചന്ദൻ എക്സാം ക്വാളിഫൈ ചെയ്തു. എന്നാൽ ഷോയബിന്റെ പേര് ലിസ്റ്റിൽ കാണുന്നില്ല. ചന്ദന്റെ വീട്ടിൽ എല്ലാവരും സന്തോഷിക്കുന്നു. ഷോയബ് വീട്ടിലേക്ക് വരുന്നത് കണ്ട് അച്ഛനും അമ്മയും ആകാംക്ഷയോടെ നോക്കുമ്പോൾ അയാൾ പെട്ടെന്ന് മുകളിലേക്ക് കയറി പോകുന്നു. ഭിത്തിയിൽ വെച്ചിരുന്ന പോലീസ് തൊപ്പി എറിഞ്ഞു കളയുന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തിയ ഷോയബിനെ ചന്ദൻ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഷോയബ് ദേഷ്യപ്പെടുന്നു. ഷോയബിന്റെ അച്ഛന് കാൽമുട്ട് വേദന കൂടുന്നു. ആശുപത്രിയിൽ എത്തിയ അവരോട് കാൽമുട്ട് മാറ്റിവെക്കണമെന്ന് ഡോക്ടർ പറയുന്നു. 2 ലക്ഷം രൂപയോ? അന്ന് പറഞ്ഞ പോലെ സെയിൽസ്മാൻ ജോലി തനിക്ക് തരാമോ എന്ന് ഷോയബ് മാനേജറോട് ചോദിക്കുന്നു. അപ്പോൾ പോലീസ് ജോലിയോ എന്ന് മാനേജർ ചോദിക്കുന്നു. എക്സാം കിട്ടിയില്ല എന്ന് ഷോയബ് പറയുന്നു. മാനേജർ ബോസിനോട് കാര്യം പറയുന്നു. അയാൾക്ക് ഡിഗ്രി ഇല്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അത് നിരസിക്കുന്നു. ചന്ദൻ വിളിച്ചിട്ട് ഷോയബ് പുഴക്കരയിലേക്ക് വരുന്നു. നീ വിഷമിക്കണ്ട, നമ്മളിൽ ഒരാൾക്ക് ജോലി കിട്ടിയല്ലോ. നിന്റെ കുടുംബത്തിന്റെ കാര്യവും ഞാൻ നോക്കാമെന്ന് ചന്ദൻ പറയുന്നു. നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. നീ ഞാൻ പറഞ്ഞിട്ടാണ് എക്സാം എഴുതാൻ പോയതെന്ന് ഷോയബ് പറയുന്നു. എനിക്ക് കഴിവില്ല എന്നാണോ പറയുന്നതെന്ന് ചന്ദൻ ചോദിക്കുന്നു. അല്ല, നിന്റെ അച്ഛനും അമ്മയും കട്ട ചുമക്കാൻ പോയി നിന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് നിനക്കത് പറ്റുമെന്നും എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല. സ്വന്തം പേര് പറയാൻ പോലും ധൈര്യമില്ലാത്തവൻ ഒളിഞ്ഞു വീട് നേരെയാക്കാൻ നോക്കാതെ ഒരു പെണ്ണിന്റെ പുറകെ കോളേജിൽ പോയിരിക്കുന്നു എന്ന് ഷോയബ് പറയുന്നു. നീ വലിയ ഉദ്യോഗസ്ഥനാണെന്നാണോ വിചാരം? വെറും പ്യൂണായ നീ ഓഫീസർ ആകാൻ സ്വപ്നം കാണുന്നു. സ്വന്തം അച്ഛന്റെ കാൽമുട്ടുവേദന കണ്ടിട്ടും ദുബായിൽ പോയി ജോലി നോക്കാതെ ഇവിടെ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്നു എന്നും അച്ഛന് കാൽ വയ്യാതെ കിടപ്പായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാണെന്നും ചന്ദൻ പറയുന്നു. ഷോയബ് ചന്ദന്റെ മുഖത്തിടിക്കുന്നു. എനിക്കൊരു തന്ത മതിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്നു. അവിടെ മഴ പെയ്യുന്നു. ചോർന്നൊലിക്കുന്ന വീട്ടിൽ അത് നോക്കിക്കൊണ്ട് ചന്ദൻ ഇരിക്കുന്നു. വിഷമത്തോടെ ഷോയബ് അയാളുടെ വീട്ടിലും. ചന്ദൻ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുന്നു. ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ജോയിനിങ് ലെറ്റർ വരുമെന്ന് ഓഫീസർ പറയുന്നു. രാത്രി ടോയ്ലറ്റിലേക്ക് പോകാൻ തുടങ്ങിയ ഷോയബിന്റെ അച്ഛൻ മറിഞ്ഞു വീഴുന്നു. ഷോയബ് കുറച്ചു നേരം ആലോചിച്ചിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഷോയബ് ഓഫീസിൽ നിന്നും കുറച്ച് പ്യൂരിഫയർ ബൈക്കിൽ കയറ്റി കടത്തുന്നു. അത് ഓഫീസിൽ അറിയുന്നു. ബോസും മാനേജറും HR ഷോയബിനെ വിളിക്കാൻ നോക്കുന്നു. ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. പോലീസിൽ അറിയിച്ച് ജയിലിൽ കിടത്തണമെന്ന് HR ശുക്ല പറയുന്നു. അപ്പോൾ ഷോയബ് അങ്ങോട്ട് വരുന്നു. അവർ ഷോയബിനെ അങ്ങോട്ട് വിളിക്കുന്നു. ഷോയബ് സെയിൽസ് ബിൽ ബുക്ക് എടുത്ത് അവരെ കാണിക്കുന്നു. 4 പ്യൂരിഫയർ വിറ്റു, 4 എണ്ണത്തിന്റെ ഓർഡറും എടുത്തു എന്ന് പറയുന്നു. 8 എണ്ണം ഒരു ദിവസം വിൽക്കുക എന്നത് വലിയ കാര്യമാണെന്ന് ബോസ് പറയുന്നു. നിന്റെ രീതി തെറ്റാണ്, പക്ഷെ നിന്നിൽ ഒരു മികച്ച കച്ചവടക്കാരനുണ്ട്, സെയിൽസിലേക്ക് എടുക്കാമെന്ന് ബോസ് പറയുന്നു. ചന്ദന്റെ അമ്മ ചേച്ചി ജോലി ചെയ്യുന്ന സ്കൂളിൽ പാചകക്കാരിയായി ജോലിയിൽ കയറുന്നു. ചന്ദന്റെ വീട്ടിൽ രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നു. അമ്മയ്ക്ക് 7,000 കിട്ടും, എനിക്ക് 12,000 കിട്ടും, അച്ഛന് 10,000. അപ്പോൾ നമുക്ക് വീട് പണിയാമെന്നും വൈശാലി പറയുന്നു. അപ്പോൾ താൻ 17,000 രൂപ തരാമെന്ന് അച്ഛൻ പറയുന്നു. സൂറത്തിൽ 19,000 രൂപയ്ക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നു. അടുത്ത ദിവസം ചന്ദന് സുധയുടെ കോൾ വരുന്നു. ചേച്ചിയുടെ കല്യാണമാണ്, വരണം എന്ന് സുധ പറയുന്നു. ചന്ദൻ കല്യാണത്തിന് പോകുന്നു. എന്താണ് കോളേജിൽ വരാത്തതെന്ന് സുധ ചോദിക്കുന്നു. പോലീസ് കോൺസ്റ്റബിൾ ജോലി കിട്ടി, അതുകൊണ്ടാണ് വരാത്തത് എന്ന് പറയുന്നു. ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണോ കോളേജിൽ ചേർന്നതെന്ന് സുധ ചോദിക്കുന്നു. അല്ല, അന്ന് സംസാരിച്ചപ്പോൾ പഠിക്കണമെന്ന് തോന്നി എന്ന് ചന്ദൻ പറയുന്നു. നിനക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ DGP വരെ
ആകാമെന്ന് സുധ പറയുന്നു. എനിക്ക് ഈ ജോലി ഇപ്പോൾ അത്യാവശ്യമാണ്, പൈസയും കിട്ടും ബഹുമാനവും കിട്ടും. നിന്റെ അച്ഛൻ പഠിപ്പ് കുറവല്ലേ, വെറും ലൈൻമാൻ അല്ലേ എന്നും ചന്ദൻ ചോദിക്കുന്നു. അതെ, ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ലൈൻമാനായി തന്നെ തുടരുന്നു എന്ന് സുധ പറയുന്നു. നമ്മുടെ പൂർവികർ പോരാടിയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എത്തി നിൽക്കാൻ പറ്റുന്നതെന്ന് സുധ പറയുന്നു. നിനക്ക് നിന്റെ ടെറസിൽ പൂച്ചെടികളുടെ അടുത്തിരുന്ന് വീഡിയോ കോൾ ചെയ്യാം, എനിക്ക് അങ്ങനെയല്ല, വീടിനുള്ളിൽ നിന്ന് നോക്കിയാൽ ആകാശം വരെ കാണാമെന്ന് ചന്ദൻ പറയുന്നു. നീ പഠിക്കില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എന്റെ മൂല്യങ്ങളാണ് വലുതെന്ന് സുധ പറയുന്നു. എങ്കിൽ നീ നിന്റെ മൂല്യങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ചന്ദൻ അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം ചന്ദൻ പോലീസ് റിക്രൂട്ട്മെന്റ് ഓഫീസിൽ ചെല്ലുന്നു. എന്നാൽ അവിടെ ഉദ്യോഗസ്ഥരെ ആരും കാണുന്നില്ല. എല്ലാവരും ട്രെയിനിങ്ങിന് പോയി എന്ന് പ്യൂൺ പറയുന്നു. അവർ വരുന്നവരെ താൻ അവിടെ കാത്തിരുന്നു കൊള്ളാമെന്ന് ചന്ദൻ പറയുന്നു. ഷോയബ് അച്ഛന്റെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ലോൺ കരാർ ഒപ്പിടുന്നു. ഓഫീസിലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വേണമെന്ന് ലോൺ ഉദ്യോഗസ്ഥൻ പറയുന്നു. ചന്ദൻ അവിടെ ഇരിക്കുന്നത് കണ്ട പ്യൂൺ അങ്ങോട്ട് ചെല്ലുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം പുറത്തു പറയരുത് എന്ന് ചന്ദനോട് പറഞ്ഞിട്ട് നിയമനം വീണ്ടും നീട്ടിവെച്ചു എന്ന് പറയുന്നു. ചന്ദൻ ആകെ വിഷമത്തിലാകുന്നു. അപ്പോൾ ചന്ദൻ ഒരു കോൾ വരുന്നു. ചന്ദൻ അമ്മയും ചേച്ചിയും ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് പോകുന്നു. അവിടെ നിലത്ത് കുട്ടികൾക്കുണ്ടാക്കിയ ഭക്ഷണം കിടക്കുന്നു. സോ കോൾഡ് ഉയർന്ന ജാതിയിലെ ആൾക്കാർ അവിടെ ബഹളം കൂട്ടുന്നു. ഇവർ ഉണ്ടാക്കിയ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു. എന്റെ മകളാണ് നിങ്ങളുടെ മക്കളെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതും കഴുകിപ്പിക്കുന്നതും അസുഖം വരുമ്പോൾ ചികിത്സിക്കുന്നതും. ഇപ്പോൾ നിങ്ങൾക്ക് തൊട്ടുകൂടായ്മയില്ലേ എന്ന് അമ്മ ചോദിക്കുന്നു. ഇവർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്താൽ പോരെ എന്ന് മറ്റൊരു സ്ത്രീ പ്രിൻസിപ്പളിനോട് ചോദിക്കുന്നു. അവർക്ക് ഭരണഘടനാപരമായി ഇവിടെ ജോലി ചെയ്യാൻ എല്ലാ അവകാശവും ഉണ്ടെന്ന് പ്രിൻസിപ്പൾ പറയുന്നു. നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്താൽ SC/ST ആക്ട് പ്രകാരം നിങ്ങൾക്കെതിരെ കേസ് എടുക്കുമെന്നും പ്രിൻസിപ്പൾ പറയുന്നു. എങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ വേറെ സ്കൂളിൽ ചേർക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. ഇവർ വേണോ അതോ ഞങ്ങൾ വേണോ എന്ന് തീരുമാനിക്കാൻ ഉയർന്ന ജാതിക്കാർ പറയുന്നു. ഒടുവിൽ പ്രിൻസിപ്പലിന് വഴങ്ങേണ്ടി വരുന്നു. അമ്മ വീട്ടിൽ വന്ന് ഒന്നും മിണ്ടാതെ കഴിക്കാതെ ഇരിക്കുന്നു. മറ്റുള്ളവർ അത് കണ്ട് ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നു. അടുത്ത ദിവസം വൈശാലിയും ചന്ദനും സംസാരിക്കുന്നു. കോൺസ്റ്റബിൾ ജോലി ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ ആരും വഴക്ക് പറയില്ലായിരുന്നു എന്ന് ചന്ദൻ പറയുന്നു. ഉടനെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമല്ലോ, അപ്പോൾ ശരിയാകും എന്ന് വൈശാലി പറയുന്നു. എന്ത് ശരിയാകും? ഒരു ഭാഗത്ത് കല്ലും മണ്ണും ഇട്ട് നമ്മൾ ഉയർത്താൻ നോക്കുമ്പോൾ മറുഭാഗത്ത് അവർ നമ്മളെ തള്ളിയിടുന്നു എന്ന് ചന്ദൻ പറയുന്നു. നീ എന്ത് ചുമന്നെന്ന അച്ഛനും അമ്മയും അല്ലേ ചുമക്കുന്നത്? ഞാൻ സ്കൂളിൽ പോയി പിള്ളേരുടെ പൃഷ്ഠം കഴുകി കൊടുക്കുന്നു എന്ന് വൈശാലി പറയുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് ചന്ദൻ പറയുന്നു. എനിക്കും നിന്നെ പോലെ കോളേജിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കിട്ടിയത് നിനക്ക് മാത്രമാണെന്ന് വൈശാലി പറയുന്നു. വൈശാലി വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നു. അച്ഛൻ ഗുജറാത്തിൽ പോകാൻ തുടങ്ങുന്നു. അച്ഛൻ പോകേണ്ട, ഞാൻ പോയിക്കോളാമെന്ന് ചന്ദൻ പറയുന്നു. ചന്ദൻ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. ഗുജറാത്തിലേക്ക് അയാൾ പോകുന്നു. തിരക്കുള്ള സ്ട്രീറ്റിലൂടെ പോകുന്ന അയാൾ സൂറത്ത് നഗരം അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. അവിടെ റൂമിലെത്തിയ അയാളെ അവിടെയുള്ളവർ പരിചയപ്പെടുന്നു. കിടക്ക ഷിഫ്റ്റ് അനുസരിച്ച് ഷെയർ ചെയ്യണമെന്ന് അവർ പറയുന്നു. അടുത്ത ദിവസം ചന്ദൻ മില്ലിലേക്ക് പോകുന്നു. ജോലിയിൽ കയറുന്ന അയാൾ പണികളൊക്കെ പഠിക്കുന്നു. ഷോയബ് HR-നോട് തന്റെ ജോബ് ലെറ്ററിന്റെ കാര്യം തിരക്കുന്നു. പോലീസ് വെരിഫിക്കേഷൻ പേപ്പർ കൊണ്ടുവരാൻ അയാൾ പറയുന്നു. പരിഭ്രമിച്ചു നിന്ന് അയാളോട് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് ഷോയബും. ഇന്ന് രാത്രി ബോസ് ഒരു ഫാം ഹൗസ് പാർട്ടി നടത്തുന്നുണ്ട്, എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, നീ വന്നോ എന്ന് HR പറയുന്നു. ഷോയബ് സന്തോഷത്തോടെ വരാമെന്ന് പറയുന്നു. ചന്ദൻ ജോലി ചെയ്ത് കിട്ടിയ പണം എല്ലാം വീട്ടിലേക്ക് അയക്കുന്നു. അവരുടെ വീട് വഴി തുടങ്ങുന്നു. ഷോയബ് പാർട്ടിക്ക് പോകാൻ നേരം അമ്മ ഹൽവ ഉണ്ടാക്കി കൊടുക്കുന്നു. ഓഫീസറാകാൻ പോവുകയല്ലേ, എല്ലാവർക്കും കൊടുക്കൂ എന്ന് പറയുന്നു. ഷോയബ് പാർട്ടിയിൽ എത്തുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ലൈവ് ക്രിക്കറ്റ് മാച്ച് വലിയ സ്ക്രീനിൽ അവിടെ സ്ക്രീൻ ചെയ്യുന്നു. ഇന്ത്യക്ക് ജയിക്കാൻ ഒരു വിക്കറ്റ് കൂടി വേണം. മുഷ്താഖ് എന്ന ബോളർ ഒരു ക്യാച്ച് മിസ്സാക്കുന്നു. എല്ലാവരും അയാളെ കുറ്റം പറയുന്നു. ഒടുവിൽ മുഷ്താഖ് തന്നെ അവസാന വിക്കറ്റ് എടുത്ത് ഇന്ത്യയെ വിജയിപ്പിക്കുന്നു. എല്ലാവരും സന്തോഷിക്കുന്നു. മുഷ്താഖിനെ അഭിനന്ദിക്കുന്നു. മാനേജർ ഭക്ഷണം കഴിക്കാൻ ഷോയബിനെ വിളിക്കുന്നു. അവിടെ കബാബ് എല്ലാവർക്കും കൊടുക്കുന്നു. താൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് HR ശുക്ല അത് നിഷേധിക്കുന്നു. കബാബ് ഒഥന്റിക് ലാഹോറി റെസിപ്പി നോക്കി ഉണ്ടാക്കിയതാണെന്ന് ബോസ് മിശ്ര പറയുന്നു. ഒഥന്റിക് ലാഹോറി റെസിപ്പി ആണോ എന്ന് ഷോയബിനോട് ചോദിക്കാൻ HR ശുക്ല പറയുന്നു. ഷോയബ് മിണ്ടാതെ ഇരിക്കുന്നത് എന്താണെന്ന് ബോസ് മിശ്ര ചോദിക്കുമ്പോൾ അവന്റെ ടീം തോറ്റതുകൊണ്ടാണെന്ന് HR ശുക്ല പറയുന്നു. ക്രിക്കറ്റ് കളിയിൽ മുഷ്താഖ് ക്യാച്ച് വിട്ടപ്പോൾ അവൻ സന്തോഷിച്ചെന്നും ഷോയബ് ആയിരുന്നു കളിക്കുന്നതെങ്കിൽ അവന്റെ പാകിസ്ഥാൻ ടീമിന് വേണ്ടി 8 റൺസ് ഓടിയെടുക്കുമായിരുന്നു, ഓഫീസിൽ നിന്ന് 8 പ്യൂരിഫയർ മോഷ്ടിച്ചതുപോലെ എന്നും പറഞ്ഞ് ഷോയബിനെ കളിയാക്കുന്നു. ഷോയബ് ഹൽവ കൊടുക്കാൻ നേരം ഇത് ഒതന്റിക് ലാഹോറിയാണെന്ന് ശുക്ല പറയുന്നു. വീട്ടിലുണ്ടാക്കിയതാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ബോസ് മിശ്ര പറയുന്നു. ഇവനൊക്കെ അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് HR ശുക്ല പറഞ്ഞ് കളിയാക്കുന്നു. എല്ലാവരും കൂടി കളിയാക്കിച്ചിരിക്കുന്നു. ഷോയബ് എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നു. താൻ ഈ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. മാനേജർ സമാധാനിപ്പിച്ച് ജോലി കളയരുത്, അവർ മദ്യലഹരിയിലാണെന്ന് പറയുന്നു. ഇനിയും നാണം കെടാൻ വയ്യെന്ന് പറഞ്ഞ് ഷോയബ് അവിടെ നിന്നും പോകുന്നു. ഷോയബ് ഗുജറാത്തിലേക്ക് ട്രെയിൻ കയറുന്നു. ചന്ദനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഷോയബ് ചന്ദന്റെ ഫാക്ടറിയിൽ ജോലിക്ക് കയറുന്നു. ചന്ദന്റെ വീട് പണി പുരോഗമിക്കുന്നു. ചന്ദന്റെ ബർത്ത്ഡേ പാർട്ടി സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആഘോഷിക്കുന്നു. അവിടേക്ക് ചന്ദനെ കാണാൻ സുധ എത്തുന്നു. വിദ്യാഭ്യാസം കുറവായതിനാൽ അച്ഛൻ അനുഭവിക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് സുധ പറയുന്നു. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നും പറയുന്നു. അന്ന് അത് വിഷമിപ്പിച്ചെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ട്. പരസ്പരം സ്നേഹിക്കുക എന്നത് മൂല്യങ്ങൾ അടിയറവ് ചെയ്യുക എന്നല്ലെന്നും തറയിൽ നിന്ന് കസേരയിലേക്ക് ഞാൻ സ്വയം എത്തേണ്ടതുണ്ടെന്നും ചന്ദൻ പറയുന്നു. സുധ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവിടുന്ന് കിട്ടിയ ശമ്പളം കൊണ്ട് ഷോയബ് അച്ഛന്റെ കാൽമുട്ട് സർജറിക്കുള്ള പണം അയച്ചു കൊടുക്കുന്നു. നാട്ടിലെത്തി ഷോയബ് അച്ഛന്റെ ശസ്ത്രക്രിയ നടത്തുന്നു. ആശുപത്രിയിൽ എല്ലാവരും മാസ്ക് വെക്കാൻ പറയുന്നുവെന്നും എന്തോ അസുഖം പടരുന്നുണ്ടെന്നും ചന്ദനോട് ഷോയബ് പറയുന്നു. ചന്ദന്റെ അമ്മ അച്ചാർ കൊടുത്തുവിടുന്നു. സൂറത്തിലെത്തി കൂട്ടുകാർ എല്ലാവരും ചേർന്ന് അത് പങ്കിട്ട് കഴിക്കുന്നു. അടുത്ത ദിവസം ഇന്ന് രാത്രി 12 മണി മുതൽ 21 ദിവസത്തേക്ക് സർക്കാർ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കമ്പനി അടച്ചുപൂട്ടുകയാണെന്ന് പറയുന്നു. സ്റ്റേഷനറി സ്റ്റോറിൽ ആളുകൾ സാധനങ്ങൾക്കായി തിരക്ക് കൂട്ടുന്നു. എങ്ങും ലോക്ക്ഡൌൺ, കടകളെല്ലാം പൂട്ടിയിരിക്കുന്നു. 20% ആളുകളെ വെച്ച് ഫാക്ടറി പ്രവർത്തിക്കാനാണ് സർക്കാർ ഉത്തരവ്. ചന്ദനും ഷോയബും സുഹൃത്തുക്കളും അവിടെ തങ്ങുന്നു. മറ്റുള്ളവരെല്ലാം സ്വന്തം നാട്ടിലേക്ക് കാൽനടയായി യാത്ര ചെയ്തു പോകുന്നു. അടുത്ത ദിവസം മില്ലിൽ ജോലിക്കായി വന്ന അവർ മിൽ പൂർണ്ണമായും പൂട്ടാൻ പറഞ്ഞതായി അറിയുന്നു. റൂമിലുള്ളവർ
എല്ലാവരും പോകാൻ തുടങ്ങുന്നു. ഗ്രാമത്തിലേക്ക് 1200 കിലോമീറ്റർ ഉണ്ട്. അന്ന് രാത്രി സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെന്നും ടിക്കറ്റ് എടുത്തോ ഇടിച്ചു കയറിയോ പോകാമെന്നും കൂട്ടുകാരിൽ ഒരാൾ പറയുന്നു. അങ്ങനെ അവർ രാത്രി പോകുന്നു. വഴിയിൽ ഷോയബിനെ പോലീസ് പിടിക്കുന്നു. കൂട്ടുകാരെല്ലാം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. പോലീസുകാർ ട്രാവലിംഗ് പെർമിറ്റ് ചോദിക്കുന്നു. ഷോയബ് ID കൊടുക്കുന്നു. പെർമിറ്റ് ഇല്ലാത്തതിനാൽ അവർ ഷോയബിനെ അടിക്കുന്നു. അങ്ങോട്ടേക്ക് ചന്ദൻ ചെല്ലുന്നു. കൂടെയുള്ള ആളാണോ എന്ന് പോലീസുകാർ ചോദിക്കുന്നു. പേര് ചോദിക്കുമ്പോൾ ചന്ദൻ ഹസൻ അലി എന്ന് പറയുന്നു. രണ്ടുപേരെയും പോലീസുകാർ ലാത്തി കൊണ്ട് അടിക്കുന്നു. ചന്ദനും ഷോയബും റൂമിൽ ഇരിക്കുന്നു. എന്തിനാണ് പേര് മാറ്റി പറഞ്ഞതെന്ന് ഷോയബ് ചോദിക്കുന്നു. ഞാനല്ലേ നിന്റെ അച്ഛൻ ഹസൻ അലി എന്ന് പറഞ്ഞ് ചന്ദൻ കളിയാക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ചന്ദൻ ഇനിയും ചോറും ഉപ്പും കൂട്ടി കഴിക്കാൻ വയ്യെന്നും ഷോയബിനോട് പറയുന്നു. അടുത്ത ദിവസം അവർ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നു. രണ്ടുപേരുടെയും ഡ്രസ് ഒരു ബാഗിലാക്കി ഷോയബ് എടുത്തിരിക്കുന്നു. ചന്ദൻ കയ്യിൽ ഒരു കവറുമായി അങ്ങോട്ടേക്ക് വരുന്നു. അവിടെ ആൾക്കാർ കൂട്ടത്തോടെ പോലീസിനെ എതിർത്ത് പലായനം ചെയ്യാൻ നോക്കുന്നു. പോലീസുകാർ അവരെ തല്ലി ഓടിക്കുന്നു. ചന്ദനും ഷോയബും കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഒരു ലോറിയിൽ കയറുന്നു. അതിൽ സ്ഥലമില്ലാത്തതിനാൽ ഡ്രൈവറുടെ കാല് പിടിച്ച് ലോറിയുടെ മുകളിൽ കയറി പോകുന്നു. ലോറിക്കകത്ത് ഒരു സ്ത്രീ ചുമക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിലുള്ളവർ അവരെ അവിടെ ഇറക്കി വിടുന്നു. രാത്രി ലോറിയുടെ മുകളിൽ കിടന്ന് ചന്ദന് പനി പിടിക്കുന്നു. അകത്ത് സീറ്റുണ്ട്, അവിടെ ഇരിക്കട്ടെ എന്ന് ഷോയബ് ഡ്രൈവറോട് ചോദിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചന്ദൻ ചുമക്കുന്നത് കണ്ട് യാത്രക്കാർ അവരെ അവിടെ ഇറക്കി വിടുന്നു. ഗ്രാമത്തിലേക്ക് ഇനി 800 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ എങ്ങനെ പോകുമെന്നും പൈസ വാങ്ങിയതല്ലേ എന്നും ഷോയബ് ഡ്രൈവറോട് ചോദിക്കുന്നു. അയാൾ വാങ്ങിയ പൈസ മുഴുവൻ തിരികെ കൊടുത്തിട്ട് വണ്ടിയുമായി പോകുന്നു. അവർ അവിടെ നിന്നും നടന്നു തുടങ്ങുന്നു. ചന്ദന് തീരെ സുഖമില്ലാതാകുന്നു. അവിടെ ഒരു ഗ്രാമത്തിൽ ചെന്ന് പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കാൻ നേരം നാട്ടുകാർ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ആ വീട്ടിലെ സ്ത്രീ വന്ന് വെള്ളം കൊടുക്കുന്നു. അവർ തിരികെ പോകുമ്പോൾ അവരുടെ വിണ്ട് കീറിയ കാല് കണ്ട് ചന്ദന് അമ്മയെ ഓർമ്മ വരുന്നു. യാത്രയിൽ ചന്ദൻ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഷോയബ് ഡോക്ടറെ വിളിക്കുന്നു. ചന്ദനെ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡോക്ടർ പറയുന്നു. അയാളെ ഉറങ്ങാതെ നോക്കണമെന്നും പറയുന്നു. തളർന്നു വീഴുന്ന ചന്ദനെ എടുത്തുകൊണ്ട് ഷോയബ് നടക്കുന്നു. ചന്ദന് അനക്കം ഇല്ലാതായപ്പോൾ ഷോയബ് ചന്ദനെ തറയിൽ കിടത്തി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ചന്ദൻ മരിച്ചിരുന്നു. ഷോയബ് പൊട്ടിക്കരയുന്നു. ചന്ദന്റെ ഡെഡ് ബോഡിയുമായി ഷോയബ് നാട്ടിലേക്ക് തിരിക്കുന്നു. IDയും ഡോക്യുമെന്റ്സും എല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ ആശുപത്രി ജീവനക്കാരൻ പറയുന്നു. അവിടെ ഇതെല്ലാം ആവശ്യം വരുമെന്നും പറയുന്നു. ഷോയബ് പേഴ്സ് തുറന്നു നോക്കുന്നു. അതിൽ അംബേദ്കറിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു. ID എടുത്ത് പോക്കറ്റിൽ വെക്കുന്നു. എന്നിട്ട് ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നു. അതിൽ രണ്ടുപേരുടെ UG അഡ്മിഷൻ ഫോം കാണുന്നു. UG അഡ്മിഷൻ ഫോം നോക്കുന്ന ഷോയബ് അതിൽ പേര് ചന്ദൻകുമാർ വാൽമീകി എന്നും കാറ്റഗറി ചെക്ക് ലിസ്റ്റിൽ SC എന്ന കോളത്തിൽ ടിക്ക് ചെയ്തിരിക്കുന്നതായും കാണുന്നു. ഷോയബ് തന്റെ UG ആപ്ലിക്കേഷൻ ഫോം എടുത്തു നോക്കുന്നു. അമ്മ ചന്ദൻ വരുന്നത് കാത്തു രാത്രിയായിട്ടും വഴിയിൽ തന്നെ ഇരിക്കുന്നു. അവർ വീടിനുള്ളിൽ കയറുന്നില്ല. സുധയെ ചന്ദന്റെ മരണ വിവരം ഷോയബ് അറിയിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഷോയബ് ചന്ദന്റെ ഡെഡ് ബോഡിയുമായി വീട്ടിൽ എത്തുന്നു. എല്ലാവരും വലിയ സങ്കടത്തിലാവുന്നു. ചന്ദൻ വാങ്ങിയ പൊതി ഷോയബ് അമ്മയുടെ അടുത്തേക്ക് നീട്ടുന്നു. അതിൽ അമ്മയ്ക്കായി ചന്ദൻ വാങ്ങിയ ചെരുപ്പാണ്. ഷോയബ് അത് അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ ഷോയബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് ചന്ദന്റെ വീട് പണി പൂർത്തിയായി. ഹൗസ് വാമിംഗിന്റെ അന്ന് അവിടേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നു. ചന്ദന്റെ ജോയിനിങ് ലെറ്ററുമായാണ് അയാളുടെ വരവ്. കുറെ മാസമായി ഫോൺ ചെയ്യുന്നു. ഫോൺ എടുക്കുന്നില്ല എന്ന് അയാൾ പറയുന്നു. ഷോയബ് ലെറ്റർ ഒപ്പിട്ട് വാങ്ങുന്നു. ഷോയബ് കോളേജിൽ ചേർന്ന് പഠനം ആരംഭിക്കുന്നു. അവർ സ്ഥിരം ഇരിക്കാറുള്ള പുഴക്കരയിൽ ഷോയബ് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അവിടേക്ക് എവിടെ നിന്നോ ഒരു പ്രാവ് വന്നിരിക്കുന്നു. ജാതീയത, ഇസ്ലാമോഫോബിയ, എലീറ്റിസം, സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശ ലംഘനം തുടങ്ങിയ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ ചിത്രം വരച്ചു കാട്ടുന്നതിൽ ചിത്രം വിജയിച്ചിട്ടുണ്ട്. ആഗ്രഹമുണ്ടായിട്ടും കോളേജിൽ പോകാൻ കഴിയാത്ത വൈശാലി എന്ന കഥാപാത്രം പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ കൂടെ വ്യക്തിയുമാണ്. ദ്രാവിഡ രാഷ്ട്രീയാചാര്യനായ തന്തൈ പെരിയാറിന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ഇഫ് എ ലാർജർ കൺട്രി ഒപ്രസസ് എ സ്മോളർ കൺട്രി, ഐ വിൽ സ്റ്റാൻഡ് വിത്ത് ദാറ്റ് സ്മോളർ കൺട്രി. If the smaller country has a majoritarian religion which oppresses minority religion, I will stand with the minority religion. If the minority religion has caste system and one caste oppresses the other, I will stand with the caste being oppressed. In the oppressed caste, if an employer oppresses his employee, I will stand with the employee. If the employee goes home and oppresses his wife, I will stand with that woman. Overall oppression is my enemy. പെരിയാർ. നീരജ് ഖൈവാൻ സംവിധാനം ചെയ്ത ചിത്രം. നീരജ് ഖൈവാനും സുമിത് റോയും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ധർമ്മ പ്രൊഡക്ഷനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2020 ബഷാരത് പീറിന്റെ എ ഫ്രണ്ട്ഷിപ്പ്, എ പാൻഡമിക് ആൻഡ് എ ഡെത്ത് ബിസൈഡ് ഹൈവേ എന്ന ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രം. ഇഷാൻ ഖട്ടറും വിശാൽ തേജയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജാൻവി കപൂർ, റീം ഷെയ്ഖ്, വിലാസിനി വസ്ത, ഹർഷിക പർമാർ, ചന്ദൻ കെ ആനന്ദ്, ശ്രീധർ ദുബെ, യോഗേന്ദ്ര സിംഗ് പർമാർ, വിജയ് വിക്രം സിംഗ്, തുഷാർ ഫുൽക്കെ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. 2025 മെയ് 21 ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ അൺസർട്ടൻ റിഗാർഡ്സ് വിഭാഗത്തിൽ വേൾഡ് പ്രീമിയർ ചെയ്ത ചിത്രം അവിടെ സ്ക്രീനിങ്ങിന് ശേഷം 9 മിനിറ്റ് സ്റ്റാൻഡിംഗ് ഓവേഷൻ ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. 2025 സെപ്റ്റംബർ 26 ഇന്ത്യയിൽ റിലീസ് ചെയ്ത ചിത്രം വലിയ നിരൂപക പ്രശംസ നേടി. 2025 ഡിസംബറിൽ 98ാമത് അക്കാദമി അവാർഡ്സിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 15 ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചിത്രം കാണാത്തവർക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ വിവരണവുമായി അടുത്ത വീഡിയോയിൽ കാണാം.